വിഘടനവാദി ശക്തികൾക്ക് ആയുധങ്ങൾ എത്തിച്ചു നൽകുന്നുവെന്ന് ആരോപിച്ച് സൗദി സൈന്യം യമനിലെ തുറമുഖ നഗരമായ മുക്കല്ലയിൽ ബോംബ് വച്ചതിനെ തുടർന്ന് സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിൽ പോരാട്ടത്തിലേക്ക്. യമനിലെ വിഘടനവാദി ശക്തികളെ പിന്തുണയ്ക്കുന്നതിനായി യുഎഇയിൽ നിന്ന് അയച്ച ആയുധ കപ്പലിനെ ലക്ഷ്യമിട്ടാണ് തങ്ങൾ യമനിലെ മുക്കല്ല തുറമുഖത്ത് ആക്രമണം നടത്തിയത് എന്ന് സൗദി അവകാശപ്പെടുന്നു. ഫിജാറയിൽ നിന്നെത്തിയ യുഎഇയുടെ 2 കപ്പലുകൾ ലക്ഷ്യമിട്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആക്രമണം. എന്നാൽ ആളപായമോ വൻ നാശമോ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിമത സേനയ്ക്കുള്ള ആയുധങ്ങളുമായാണ് കപ്പലുകൾ എത്തിയത് എന്ന സൗദിയുടെ ആരോപണം യുഎഇ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു. യമനിൽ നിന്ന് യുഎഇ സേന പിൻവാങ്ങും എന്ന് പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിരിക്കുകയാണ്. ദക്ഷിണ യമൻ പ്രത്യേക രാജ്യമാക്കാൻ ലക്ഷ്യമിടുന്ന സൗദി വിരുദ്ധ സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ സേന കഴിഞ്ഞ ദിവസമാണ് മുക്കല്ല പിടിച്ചത്. യുഎഇയുടെ സഹായത്തോടെയാണിതെന്നും ഇത് അത്യന്തം അപകടകരമായ പ്രവൃത്തിയാണെന്നും സൗദി വിമർശിക്കുന്നു. എന്നാൽ ആരോപണം വാസ്തവ വിരുദ്ധമാണ്. കപ്പലുകളിൽ ആയുധങ്ങളില്ലായിരുന്നു എന്നാണ് യുഎഇയുടെ പ്രതികരണം വരുന്നത്. യുഎഇയുമായുള്ള എല്ലാ സഹകരണവും അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ച യമനിലെ സൗദി പക്ഷ പ്രസിഡൻഷ്യൽ കൗൺസിൽ 24 മണിക്കൂറിനകം യുഎഇ സൈന്യം യമൻ വിടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. യമൻ കക്ഷികൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ യുഎഇ ഉൾപ്പെടുത്താനുള്ള ഏതൊരു ശ്രമത്തെയും യുഎഇ ശക്തമായി നിരാകരിക്കുന്നു. സൗദി അറേബ്യയുടെ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്നതോ അതിർത്തികളെ ലക്ഷ്യമിടുന്നതോ ആയ സൈനിക പ്രവർത്തനങ്ങൾ നടത്താൻ ഏതെങ്കിലും യമൻ കക്ഷിയെ സമ്മർദ്ദത്തിലാക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്തു എന്ന ആരോപണങ്ങളെ യുഎഇയും അപലപിക്കുന്നു. സൗദി അറേബ്യയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള നിരന്തരമായ പ്രതിബദ്ധത, പരമാധികാരത്തെയും ദേശീയ സുരക്ഷയെ പൂർണ്ണമായി ബഹുമാനിക്കൽ, രാജ്യത്തിന്റെയോ മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായേക്കാവുന്ന ഏതൊരു നടപടിയും നിരസിക്കൽ എന്നിവ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സ്ഥിരീകരിക്കുന്നുണ്ട്. അബുദാബി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതാണിത്. തെക്കൻ അതിർത്തിയിൽ അധികാരം ഉറപ്പിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി അറേബ്യ യമന്റെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സഖ്യത്തിന് നേതൃത്വം നൽകുന്നത്. 2015 യുഎഇ ആ സഖ്യത്തിൽ ചേർന്നു. പക്ഷെ ക്രമേണ സ്വന്തം തന്ത്രം അവർ പിന്തുടരുകയായിരുന്നു. പ്രാദേശിക മിലിഷ്യകളിലൂടെയും ഒടുവിൽ STCയിലൂടെയും അവർ തെക്കൻ യമനിൽ സ്വാധീനം സ്ഥാപിച്ചു. ആ വ്യത്യാസമാണ് ഇപ്പോൾ സൗദി യുഎഇ വിള്ളലിന്റെ പ്രധാന കാരണം. സൗഹൃദപരമായ ഒരു കേന്ദ്ര അധികാരത്തിന് കീഴിൽ ഏകീകൃത യമൻ വേണമെന്ന് റിയാദ് വാദിക്കുന്നു. പ്രധാന തുറമുഖങ്ങളും തീരപ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന തെക്കൻ സേനകളിൽ അബുദാബി വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇവയെ ഇസ്ലാമിസ്റ്റുകൾക്കെതിരായ ഒരു കോട്ടയായും സമുദ്രപാതകൾ സുരക്ഷിതമാക്കുന്നതിനുള്ള ഒരു മാർഗമായും കാണുന്നു. യുഎഇ പിന്തുണയുള്ള STC 2017 രൂപീകരിച്ച രാഷ്ട്രീയ വിഘടനവാദ സംഘടനയാണ്. ഇത് ഒരു സ്വതന്ത്ര ദക്ഷിണ യമനാണ് ലക്ഷ്യമിടുന്നത്. ഏതിന്റെയും തെക്കൻ പ്രദേശങ്ങളിലെ ചുറ്റുമുള്ള തെക്കൻ ഗവർണറേറ്റുകളുടെയും വലിയ ഭാഗങ്ങൾ നിയന്ത്രിക്കുന്നു. കൂടാതെ ഇറാൻ പിന്തുണയുള്ള ഹൂതികളെ എതിർക്കുമ്പോൾ തന്നെ യമന്റെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരുമായി മത്സരിക്കുന്നു. അങ്ങനെ എമിറാത്തി പിന്തുണയാൽ ധൈര്യപ്പെട്ട STC രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറം പ്രാദേശിക വികാസത്തിലേക്ക് നീങ്ങി. ഇത് സൗദി അറേബ്യയെ അസ്ഥിരപ്പെടുത്തുന്നതും അസ്വീകാര്യവുമായി കാണുന്നു. പേർഷ്യൻ ഗൾഫിന് കുറുകെ ഇറാൻ ഉണ്ട്. യുദ്ധഭീതി നിറഞ്ഞ യമനിൽ ടെഹ്റാന്റെ ഏറ്റവും ഫലപ്രദമായ കരങ്ങൾ ഹൂതികളാണ്. ഹൂതി വിരുദ്ധ മുന്നണികളുടെ ഏതൊരു വിഘടനവും അവരുടെ കൈകളെ ശക്തിപ്പെടുത്തുകയുള്ളൂ. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വിഭജിക്കപ്പെട്ട തെക്കൻ മേഖല ഹൂതികൾക്കെതിരായ വിശാലമായ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുകയും സാധ്യമായ ഏതൊരു രാഷ്ട്രീയ ഒത്തുതീർപ്പും സങ്കീർണമാക്കുകയും ചെയ്യും. സൗദി അറേബ്യയും യുഎഇയും തമ്മിലുള്ള പൊതു തർക്കങ്ങൾ ചരിത്രപരമായി അപൂർവം തന്നെയാണ്. യമൻ മുതൽ എണ്ണ വിപണി വരെയും അറബ് വസന്ത വരെയും 2 ഗൾഫ് ഹെവി വെയിറ്റുകൾ വർഷങ്ങളായി അടുത്ത ബന്ധം പുലർത്തി. എന്നാൽ 2020നും 2021നും ഇടയിൽ ഗൾഫ് ഇരട്ടകളായ സൗദി അറേബ്യയും യുഎഇയും വ്യത്യസ്ത പാതകളിലേക്കാണ്. യുഎഇ ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കി. അറബ് മുസ്ലിം രാജ്യങ്ങളുമായുള്ള ഇസ്രയേലിന്റെ ബന്ധം സാധാരണ നിലയിലാക്കാൻ ലക്ഷ്യമിട്ട് US സൗകര്യമൊരുക്കിയ എബ്രഹാം കരാറിൽ റിയാദ് ചേർന്നില്ല. അതേസമയം സാമ്പത്തിക മത്സരം മൂർച്ഛിച്ചു. ദുബായിൽ നിന്ന് കമ്പനികളെയും വ്യാപാര പ്രവാഹങ്ങളെയും ആകർഷിക്കാൻ സൗദി നീങ്ങി. ഈ സംഘർഷം എണ്ണ കാർട്ടൽ ഒപ്പക്കിലേക്കും പിന്നീട് 2023 സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിലേക്കും വ്യാപിക്കുകയായിരുന്നു. സൗദി ആക്രമണങ്ങൾ വ്യക്തമായ ഒരു സൂചനയാണെന്ന് ഖത്തർ വാർത്താ ഏജൻസിയായ അൽ ജസീറയോട് സംസാരിച്ച രാഷ്ട്രീയ വിശകലന വിദഗ്ധൻ ഖാലിദ് ബഥാർവി പറയുന്നു. യമൻ പ്രസിഡൻഷ്യൽ കൗൺസിലിന്റെ അധികാരത്തിന് പുറത്തു പ്രവർത്തിക്കുന്ന ശക്തികൾ സ്വന്തം അജണ്ട പിന്തുടരുന്നുണ്ട് എന്നും സൗദി സഖ്യത്തിന്റെ ഉത്തരവുകൾ പാലിക്കാൻ വിസമ്മതിച്ചാൽ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹത്തിന്റെ വാദം. എമിറാത്തി പിന്തുണയുള്ള സേനയെ പിൻവലിക്കണമെന്ന് 24 മണിക്കൂർ അന്ത്യശാസനം പൂർണ്ണമായ പുനർവിന്യാസം സാധ്യമാക്കുന്നതിന് പകരം ഉദ്ദേശം പരീക്ഷിക്കുന്നതിനാണെന്ന് ബത്താർഫി പറഞ്ഞു. ഒരു നീക്കവും ഉണ്ടായില്ല എങ്കിൽ സമാധാനപരമായ ഒരു ഫലം അസാധ്യമാണെന്നും അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഒത്തുതീർപ്പിലെത്താൻ സൗദി സഖ്യം നിർബന്ധിതമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സൗദി അറേബ്യയും യുഎഇയും പ്രാദേശിക സഖ്യകക്ഷികളാണ്, എന്നാൽ യമനിൽ എതിരാളികളാണ് എന്നും സമ്മതിച്ച ബത്താർഫി ആശയവിനിമയ മാർഗങ്ങൾ തുറന്നിരുന്നുവെന്നും പങ്കാളികൾ പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കാൻ നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും പറയുന്നു. സംവാദത്തിനും യുദ്ധത്തിനും ഇടയിലുള്ള ഒരു തിരഞ്ഞെടുപ്പെന്നാണ് ബത്താർഫി ആ നിമിഷത്തെ വിശേഷിപ്പിച്ചത്. സൈനിക സംഘർഷം രൂക്ഷമാകുന്നത് യമൻ ഇതിനകം അനുഭവിച്ചതിന് സമാനമായ ഒരു ആക്രമണത്തിലേക്ക് സാധാരണക്കാരെ വലിച്ചിഴയ്ക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. സൗദി അറേബ്യ യമനിൽ ഇപ്പോൾ നടത്തിയ ബോംബാക്രമണങ്ങളുമായി ഇസ്രയേലിന് ബന്ധമുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം. ഡിസംബർ 26-ന് ഇസ്രയേൽ റിപ്പബ്ലിക് ഓഫ്
ഓഫ് സൊമാലിലാൻഡിനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. സൊമാലിയിൽ നിന്ന് വേർപിരിഞ്ഞ പ്രദേശം ചെങ്കടലിന് അക്കരെയാണ്. ഹൂത്തികൾക്കെതിരായ പോരാട്ടത്തിൽ ഇസ്രയേലിന് തന്ത്രപരമായി ഇത് ഉപയോഗപ്രദമായേക്കാം. ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതികളെ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ഇടുങ്ങിയ ചെങ്കടൽ വേർതിരിക്കുന്നു. ടെലവീവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിലെ ഗൾഫ് പ്രോഗ്രാം മേധാവി യോയൽ ഗുഡാൻസ്കി ഈ മാസം ആദ്യം മീഡിയയിൽ എഴുതിയ തന്റെ അഭിപ്രായ ലേഖനത്തിൽ യമനിലും തൊട്ടടുത്ത അയൽപ്പക്കത്തെ സമീപകാല സംഭവ വികാസങ്ങളിൽ ഇസ്രയേലിന് നേട്ടമുണ്ടാകും എന്ന് ചൂണ്ടിക്കാട്ടി. സൊമാലിലാൻഡ് റിപ്പബ്ലിക്കിനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഇസ്രയേൽ ഔദ്യോഗികമായി അംഗീകരിച്ചതായി നെതന്യാഹു പ്രഖ്യാപിക്കുകയും വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറുമായും സൊമാലിലാൻഡ് പ്രസിഡന്റുമായി ചേർന്ന ഒരു സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. സൊമാലിലാൻഡ് റിപ്പബ്ലിക്കിനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഇസ്രയേൽ ഔദ്യോഗികമായി അംഗീകരിച്ചതായി നെതന്യാഹു പ്രഖ്യാപിച്ചതോടെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള വിവാദങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും അനുകൂല പ്രസ്താവനകളും ഒക്കെ ഉയർന്നിരുന്നു. UAE പിന്തുണയുള്ള STC ഫലപ്രദമായി ഒരു പ്രത്യേക രാഷ്ട്രീയ സുരക്ഷാ സ്ഥാപനം സൃഷ്ടിക്കുന്നതോടെ തെക്കൻ യമൻ ഇനി ഒരു സൈദ്ധാന്തിക സാഹചര്യമല്ല, മറിച്ച് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഗുസാൻസ്കി പറയുന്നു. ഇറാൻ പിന്തുണയ്ക്കുന്ന ഒരു വടക്കൻ ഹൂത്തി രാഷ്ട്രവും വളരുന്ന സ്ഥിരതയുള്ള ഒരു തെക്കൻ എമിറാത്തി അനുകൂല സ്ഥാപനവും തമ്മിലുള്ള ഒരു യഥാർത്ഥ വിഭജനത്തിലേക്ക് ഇപ്പോൾ യമൻ നീങ്ങുകയാണ് എന്നാണ് ചില പ്രതികരണങ്ങൾ. ഈ വികസനം അബുദാബിയുടെ പ്രാദേശിക സാന്നിധ്യം ശക്തിപ്പെടുത്തും, എന്നാൽ അതിനോടൊപ്പം ഏകീകൃത യമനെ കുറിച്ചുള്ള സൗദി അറേബ്യയുടെ കാഴ്ചപ്പാടിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. UAE-യുമായി കൈകോർത്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരതയുള്ള ഒരു തെക്കൻ യമൻ അപകട സാധ്യതകളും അവസരങ്ങളും നൽകുമെന്നാണ് ഗുസാൻസ്കിയുടെ അഭിപ്രായം. ഹൂത്തി ഭീഷണികൾ നിലനിൽക്കുമ്പോൾ തന്നെ ഏതൻ മുക്കല്ല തുടങ്ങിയ തുറമുഖങ്ങളുടെ മേലുള്ള STCയുടെ നിയന്ത്രണവും ബാബൽ മന്ദീബിനോടുള്ള അതിന്റെ സാമീപ്യവും UAE-യുമായുള്ള അടുത്ത ഏകോപനത്തിലൂടെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്താൽ ഇറാനിയൻ സ്വാധീനത്തെ ചെറുക്കുന്നതിനും സുപ്രധാന സമുദ്രപാതകൾ സുരക്ഷിതമാക്കുന്നതിനും ഇസ്രയേലിന് ഒരു പുതിയ തന്ത്രപരമായ മുന്നണി തുറക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശകലനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിൽ ഇസ്രയേലിന്റെ കൈയുണ്ടോ എന്നാണ് ലോകരാഷ്ട്രങ്ങൾ സംശയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. 3 റിപ്പീറ്റ്